കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ പരാതിയിൽ രണ്ടാം പ്രതി മാർട്ടിനെതിരെ കേസെടുക്കാൻ പോലീസ്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയും അധിക്ഷേപിച്ചുമുള്ള മാർട്ടിന്റെ വീഡിയോയിലാണ് നടപടി. തനിക്കെതിരെയുള്ള സൈബർ ആക്രമണം അതിജീവിത മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കേസിൽ പോരാട്ടം തുടരാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് അതിജീവിതയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഒപ്പമുണ്ടാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. പിന്നാലെയാണ് നടി നൽകിയ സൈബർ അധിക്ഷേപ പരാതിയിൽ പോലീസ് നടപടി. ബുധനാഴ്ചയോടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പ്രതികളുടെ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കും. അതിജീവിതയെ അധിക്ഷേപിച്ചവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പോലീസ് പരിശോധിക്കുകയാണ്. തന്റെ പേര് വെളിപ്പെടുത്തി തെറ്റായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച ദൃശ്യം മനഃപൂർവ്വം പ്രചരിപ്പിച്ചെന്നാണ് അതിജീവിതയുടെ പരാതി. നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് പിന്നാലെയാണ് ഈ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നത്. കേസിന്റെ വിചാരണ കാലയളവിൽ മാർട്ടിൻ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് വീഡിയോ ചിത്രീകരിച്ചത്. വിചാരണ കോടതി തള്ളിയ വാദങ്ങളാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. കേസിൽ മാർട്ടിൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കോടതി 20 വർഷ കഠിന തടവ് ശിക്ഷിച്ചിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.